ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പാണ്. അതോടൊപ്പം തന്നെ സ്വർണത്തിനെ സംബന്ധിച്ചുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാത്തതും പിന്നിൽ ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റ് മനഃപൂർവ്വമായി മുൻ മന്ത്രിമാരെയും മറ്റ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകും. ഇനിയും CPM-ന്റെ പല നേതാക്കന്മാരും ജയിലിൽ പോകണമെങ്കിൽ ക്യൂ നിൽക്കുകയാണ്. അവർ ജയിലിൽ പോകുമെന്നുള്ള പേടി കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗം, പത്തനംതിട്ടയിലെ പ്രസംഗം കേട്ടാൽ തന്നെ നമുക്കറിയാം യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ ആരാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നേ മതിയാകൂ. കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേ മതിയാകൂ. ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വാസവന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഇത് വളരെ ബോധപൂർവമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തെ മരവിപ്പിക്കാനും ആ കേസ് തേച്ചു മായ്ച്ചു കളയാനും ഉന്നതങ്ങളിൽ ഗൂഢാലോചന നടക്കുകയാണ്. മുഖ്യമന്ത്രി അതിനെല്ലാം പച്ചക്കൊടി കാണിക്കുകയാണ്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലയിൽ സംസാരിച്ചത്. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഈ UDF ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തും. കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നതുവരെ UDF പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും. ശക്തമായി തന്നെ ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാം. അതാണ് കാരണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ലാത്ത തന്ത്രി അകത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള മുൻ മന്ത്രിമാരും മന്ത്രിയും ഒക്കെ ഇന്ന് വളരെ സുഖമായി നാട്ടിലൂടെ നടക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരൊക്കെ സുഖമായിട്ട് നടക്കുന്നു. കുറെ കള്ളന്മാർ ജയിലിലുണ്ട്. അപ്പൊ ഇനി യഥാർത്ഥത്തിലുള്ള അമ്പലക്കള്ളന്മാര് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഇതിനു വേണ്ടി കവചം തീർക്കുന്നത്. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. മുഴുവൻ അമ്പലക്കള്ളന്മാര്, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അവർക്ക് കവചം തീർത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് അദ്ദേഹത്തിന് വല്ല നിയമനം കൊടുത്തു? അവിടെ മുഖ്യമന്ത്രി എന്ത് കാര്യം, എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന് വല്ല അവിടെ നിയമനം കൊടുത്തു? അവിടെ അനാവശ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം ആളുകളെ കബളിപ്പിക്കാൻ 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അവരുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ധൈര്യം കാണിക്കാത്ത, നട്ടല് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയുന്നത്. എന്താണ് ഇവരുടെ പേരിൽ നടപടിയെടുക്കാത്തത്? നടപടിയെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും, കൂടുതൽ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരും, കൂടുതൽ കാര്യങ്ങൾ അവർ വിളിച്ചു പറയും എന്നുള്ള ഭയമല്ലേ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ അദ്ദേഹം മടിക്കുന്നത്? പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കാട്ടുകള്ളന്മാരെ, ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമുള്ള വ്യഗ്രതയാണ്. എനിക്കത് തോന്നുന്നില്ല. അദ്ദേഹം പാർട്ടി വിട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പാർട്ടി വരാൻ, പാർട്ടി 40 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്തിനാണ് പാർട്ടി വിട്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫോൺ ചെയ്തപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല.